എല്ലാ കൂട്ടുകാർക്കും മെസ്സേജ് മെലഡിയുടെ ഓൺലൈൻ കലാപഠനമായ സഞ്ചാരിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് മുദ്ര. ഇന്ന് സഞ്ചാരിയിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ചിത്രകല ഒരു തലത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയാണ് ചിത്രരചനയിലൂടെ ചെയ്യുന്നത്. നമ്മുടെ കാഴ്ചയെ സവിശേഷമായ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് നയിക്കുകയും അതുവഴി മനസ്സിൽ വ്യത്യസ്തമായ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയുമാണ് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം. പ്രകാശത്തിൻ്റെ സന്നിവേശമാണ് ചിത്രരചനയുടെ അടിസ്ഥാനം. ഇന്ന് നമ്മൾ ചിത്രകലയുടെ ഭാഗമായ കാരിക്കേച്ചർ അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന് നമുക്ക് ഇന്ന് പോകേണ്ടത് അബ്ദുറഹിമാൻ മാസ്റ്ററുടെ അടുത്തേക്കാണ്. റഹ്മാൻ കൊഴുക്കല്ലൂർ, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാധ്യാപകനാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. റെഡിയല്ലേ? പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം. മേലഡി ഉപജില്ല ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതി മെസ്സേജ് മേലഡിയുടെ ഭാഗമായിട്ട് കലാപഠനത്തിൻ്റെ വൈവിധ്യമാർന്ന സാധ്യതകളെ തേടിക്കൊണ്ട് ഇതാ ഇപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു സഞ്ചാരി എത്തിപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. നമ്മളൊക്കെ ഒറ്റപ്പെട്ട് ഈ കോവിഡ് കാലത്ത് നമ്മുടെ ആത്മസഞ്ചാരങ്ങളിൽ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യൻ്റെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്താനായിട്ട് ഒരു സഞ്ചാരി വരുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം കല എന്ന് പറയുന്നത് ബിയോണ്ട് ദ ബൗണ്ടറീസാണ്. നമ്മൾ വിചാരിക്കുന്ന ലോകത്തിലുള്ള സർവ വസ്തുക്കളുടെയും പലതരത്തിലുള്ള രീതികളാണ് കല മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് പറയാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ക്യാരക്ടർ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഥാപാത്രം, ഒരു ക്യാരക്ടറിനെ ഒരു ചിത്രകാരൻ സാമാന്യ വായനക്കാരന് മനസ്സിലാവുന്ന തരത്തിലേക്ക് വരച്ചുണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ കലാശൈലിയാണ് കാരിക്കേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കാരിക്കേച്ചർ നമ്മൾക്ക് കേട്ട് പരിചയം സ്വാഭാവികമായിട്ടും നമ്മൾ പത്രങ്ങളിലൊക്കെ, പഴയകാല പത്രങ്ങളിലൊക്കെ സാഹിത്യകാരന്മാരുടെയും മറ്റും അവരുടെ ഒരു വലിയ തലയും ചെറിയ ഉടലും കീശയിൽ വലിയൊരു പേനയൊക്കെയുമായിട്ടുള്ള കാരിക്കേച്ചറൊക്കെ കണ്ടിട്ടുള്ള പരിചയം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവാം, അല്ലേ? നമുക്ക് നോക്കാം. നമ്മൾക്ക് പരിചയമുള്ള, ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ വിഭാഗത്ത് തന്നെ ചിത്രകലാ അധ്യാപകനും സർവോപരി നല്ല നടനുമായ നമുക്കൊക്കെ പരിചയമുള്ള സത്യം മാഷ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ മാഷാണിപ്പോൾ എൻ്റെ അടുത്തുള്ളത്. മാഷ കൂടെ പ്രദീപ് മുദ്രയുണ്ട്. അപ്പോൾ സത്യം മാഷെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് വേണ്ടി ഒരു കാരിക്കേച്ചർ സ്റ്റൈലിൽ ഞാൻ ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതൊന്നും പൂർണ്ണത അവകാശപ്പെടുന്നില്ല, നമ്മളൊന്ന് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം.
അപ്പം സത്യമാഷെ ഏതായാലും നല്ല രസമായിപ്പോയി. നിങ്ങൾ നേരത്തെ പറയാതെ എത്തിയ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള സത്യമുദ്രയുടെയും പ്രതിമുദ്രയുടെയും വരവ് വളരെ നല്ലൊരു അനുഭവമാക്കി തീർത്തു. ഏതായാലും മക്കളോടൊന്ന് സംസാരിക്കാം അല്ലേ മാഷെ? അപ്പോൾ ഇതാ മക്കളെ ഒന്ന് നോക്കണേ ഇങ്ങോട്ട്. നിങ്ങൾക്ക് വേണ്ടി പറയണമെന്ന് പ്രതിമുദ്ര പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണ് മക്കളൊന്ന് നോക്കിക്കേ ഇതിലേക്ക്. ഇതവിടെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്ത് നിങ്ങളുടെ അധ്യാപകൻ സത്യമുദ്രയെ ലൈവായിട്ട് നമ്മളൊന്ന് കാരിക്കേച്ചർ ചെയ്ത് നോക്കിയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാരിക്കേച്ചറിൽ ഇതാ കണ്ടില്ലേ, വലിയൊരു തല, അതിനേക്കാൾ ചെറിയൊരു ഉടൽ, അതിനേക്കാൾ ചെറിയ കാലുകൾ. സത്യത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല അല്ലേ? പക്ഷേ കാരിക്കേച്ചറിൻ്റെ ഒരു ശൈലി അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും നമ്മളെ ഒന്ന് ചിരിപ്പിക്കുകയും ആ ചിരിയിലൂടെ ആ വരയിലേക്ക് ശ്രദ്ധിച്ച് ആ കഥാപാത്രത്തെ തിരിച്ചറിയാനുള്ള ഒരു രീതി, ആ ഒരു ശൈലിയാണ്. അതുകൊണ്ടാണ് ആ കാരിക്കേച്ചർ ശൈലി അങ്ങനെ വരുന്നത്. സമയമില്ലാത്തൊരു പ്രശ്നം കൊണ്ടാണ്. കാരിക്കേച്ചറിൽ പലതരത്തിലുള്ള ചിത്രരചനാ രീതികളുണ്ട്. അത് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഏതായാലും സത്യമാഷക്ക് സത്യമാഷിൻ്റെ ഒരു മുഖ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഒരു നടന രീതി, അദ്ദേഹം വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട്. മേലടി സബ് ജില്ലാ തലത്തിലുള്ള മെസ്സേജ് പരിപാടിയുടെ ഈ വൈവിധ്യമാർന്ന, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രയാസഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പുതിയ ആവിഷ്കാരങ്ങളുമായി എത്തിയിരിക്കുന്ന ഈ ഒരു സഞ്ചാരിയോട് അങ്ങേയറ്റത്തെ സ്നേഹവും സൗഹൃദവും നിലനിർത്തുകയാണ്. സത്യമാഷെ ഭാഷ്കര. അപ്പോൾ പിന്നെ എല്ലാവർക്കും സന്തോഷമായില്ലേ? ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. കോമിക് അല്ലെങ്കിൽ വിചിത്രമായ പ്രഭാവം സൃഷ്ടിക്കുന്നതിനായി ശ്രദ്ധേയമായ ചില പ്രത്യേകതകൾ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രവിവരണം അല്ലെങ്കിൽ അനുകരണം, അതാണ് കാരിക്കേച്ചർ. എല്ലാവർക്കും അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തയാഴ്ച ഇതേ സമയം സഞ്ചാരി വീണ്ടും വരും.